അവധിക്കാലം അമ്യൂസ്മെന്റ് പാർക്കുകളുടെയും ചാകരക്കാലമാണ്. വാട്ടർ തീം പാർക്കുകൾ ഉൾപ്പെടുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കാര്യമായും ലക്ഷ്യമിടുന്നത് കുട്ടികളെയാണ്. ഉത്തര മലബാറിലെ പ്രധാന അമ്യൂസ്മെന്റ് പാർക്കായ വിസ്മയ ഒട്ടേറെ പുതിയ റൈഡുകൾ ഒരുക്കിയാണ് വേനൽ അവധിയെ വരവേറ്റത്. അടുത്ത കാലം വരെ ഉത്തര മലബാറുകാർക്ക് വാട്ടർ തീം പാർക്കുകൾ എന്നത് ഏറെ വിദൂരമായ ഒരു വിനോദ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളതുമായ വാട്ടർ തീം പാർക്കുകളായിരുന്നു ഇവിടുത്തുകാർക്ക് ആശ്രയം. ഈ വിനോദസഞ്ചാരികളെ ഇവിടെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പറശ്ശിനിക്കടവിൽ ഒരു വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. 2001 മാർച്ച് 10 പാർക്കിന്റെ തറക്കല്ലിടൽ നടന്നു. 7 വർഷത്തെ ശ്രമങ്ങൾക്ക് ശേഷം 2008 ഓഗസ്റ്റ് 31 ഉത്തര മലബാറിലെ ആദ്യ വാട്ടർ തീം പാർക്കായ വിസ്മയുടെ തുടക്കം. ആറു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കായി വിസ്മയ മാറിയിരിക്കുന്നു. പ്രതിദിനം 3 ലക്ഷം ലിറ്റർ ജലലഭ്യത എന്നത് തന്നെയായിരുന്നു വിസ്മയ നേരിട്ട ആദ്യ പ്രതിസന്ധി. ഇതിനെ മറികടക്കാൻ 2.5 ഏക്കർ വിസ്തൃതിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണി നിർമ്മിക്കുകയാണ് പാർക്ക് അധികൃതർ ആദ്യം ചെയ്തത്. 9 കോടി ലിറ്റർ വെള്ളം ഈ സംഭരണിയിലൂടെ പ്രതിവർഷം സംഭരിക്കുന്നു. $9 കോടി ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് നിലവിലുള്ള മഴവെള്ള സംഭരണി. തീർച്ചയായിട്ടും ഒരു വർഷം തുലാവർഷം ചതിച്ചാൽ പോലും നമുക്കാവശ്യമായത്ര വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടുത്തെ മറ്റ് പാർക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ അഡ്വഞ്ചർ റൈഡുകളുടെ ഒരു പരിമിതി ഞങ്ങൾക്കുണ്ട്. മറ്റ് പല പോരായ്മകളും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രകൃതി ഭംഗി കൊണ്ട്, ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട്, അതുപോലെ തന്നെ വെള്ളത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് റൈഡുകളുടെ കാര്യത്തിലൊക്കെ തന്നെ മറ്റ് പാർക്കുകളെ വെല്ലാവുന്ന മികവ് വളരെ നല്ല രീതിയിൽ വെച്ച് പുറത്തുന്നതായി ഇവിടെ വന്ന സന്ദർശകരൊക്കെ തന്നെ എല്ലാവരും സർവ്വസമ്മതമായി അംഗീകരിച്ചൊരു വസ്തുതയാണ്. ഹൊറർ കേവ്, 4D തിയേറ്റർ, ഫാമിലി ട്രെയിൻ, വാട്ടർഫാൾ, ചിൽഡ്രൻസ് പാർക്ക്, വാട്ടർ സ്പ്ലാഷ്, ബ്ലാക്ക് ഹോൾ മിക്കി ഹൗസ്, വേവ് പൂൾ, ലേസർ ഷോ, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ തുടങ്ങി കേരളത്തിലെ മറ്റേത് അമ്യൂസ്മെന്റ് പാർക്കുകളോടും കിടപിടിക്കാവുന്ന റൈഡുകളാണ് വിസ്മയിലുള്ളത്. ഇതുതന്നെയാണ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകവും. We are from the Lalit Resort and Spa Bakel staff, and we selected this place Vismaya, one of the best water sports over this place. We came from Kasaragod and we are one of the Paisa Deluxe property. So all the staffs we are enjoying here. From the morning we are this place, even the food, even the staff, and each place they are taken care and they are guiding to us to wherever we go. Not only us, every staff they are enjoying very much. കുറച്ച് അധികം റൈഡുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ലോണം എൻജോയ്മെന്റ് ചെയ്തു. വൈവിധ്യവൽക്കരണം തന്നെയാണ് എല്ലാ പാർക്കുകളെയും നിലനിർത്തുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും നിരവധി പുതിയ റൈഡുകൾ വിസ്മയയിലും എത്തുന്നുണ്ട്. മിറർ മാജിക്, വാട്ടർ സ്പ്രിംഗ് സോങ് തുടങ്ങി 20 പുതിയ റൈഡുകൾ ഈ വർഷം മാത്രം വിസ്മയിൽ ആരംഭിച്ചു. വാട്ടർഫാൾ മറ്റു ഒരു പാർക്കിനും കേരളത്തിലില്ല. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഓൺ വാട്ടർ സ്ക്രീൻ അതും ഇല്ല. അപ്പോൾ അത്തരം വലിയ പ്രോജക്റ്റുകൾ നമ്മൾ മറ്റ് പാർക്കുകളിൽ നിന്നും വ്യത്യസ്തമായി അവിടെയൊന്നും ലഭ്യമല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് വെന്യൂസ്, സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയെടുക്കാൻ നമുക്ക് കഴിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പുതിയ പുതിയ റൈഡിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഇവയിൽ മിക്ക റൈഡുകളും. ജമ്പിംഗ് ഫ്ലോക്ക്, ഇലക്ട്രിക് സ്പ്രിംഗ്, സ്കൈ ട്രെയിൻ തുടങ്ങി പുതിയ റൈഡുകളെല്ലാം ഇവരെ ലക്ഷ്യമിട്ട് തുടങ്ങിയവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന കുട്ടികളും ഹാപ്പിയാണ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാ റൈഡിലോട്ടും കയറണം വിചാരിച്ചായിരുന്നു, പക്ഷെ കുറച്ചേ കയറാൻ പറ്റിയുള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ.
2 മാസത്തോളം നീളുന്ന മധ്യവേനൽ അവധിക്കാലം കേരളത്തിലെ അമ്യൂസ്മെന്റ് പാർക്കുകൾക്ക് ചാകരക്കാലമാണ്. അതുകൊണ്ട് കുട്ടികൾക്കായി നിരവധി ഓഫറുകളും വിസ്മയ ഒരുക്കിയിരിക്കുന്നു. ഈ കോളേജ് തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ID കാർഡ്, വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള കാർഡോ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റോ ഏതെങ്കിലും ഹാജരാക്കുന്നവർക്ക് 380 രൂപ ചാർജ് ചെയ്യുന്നതിന് പകരം 250 രൂപക്കാണ് അവരെ ഇവിടെ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ വെക്കേഷൻ സമയത്ത് നമ്മൾ വളരെ സന്ദർശകര ബാഹുല്യത്തിന് വലിയ കാരണമാകുന്നത് ഈ ഗ്രാമപ്രദേശത്തേക്ക് കുടുംബശ്രീ പ്രവർത്തകരാണ്. അവർക്ക് 230 രൂപയാണിപ്പോൾ പെർ ഹെഡ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അവർക്കും 430 350 രൂപ ഹോളിഡേ വർക്കിംഗ് ഡേക്ക് അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വിവിധ വിഭാഗങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതിനൊപ്പം സാധാരണക്കാർക്ക് കൂടി ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ, പ്രാദേശിക ക്ലബ്ബുകൾ മുതലായവയ്ക്ക് പ്രവേശനത്തിന് 40% വരെ ഡിസ്കൗണ്ടും അനുവദിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് കൂടി ഉല്ലസിക്കാനും രസിക്കാനും തക്ക രീതിയിലുള്ള ഒരു പ്രവേശന വരി വാങ്ങിച്ചുകൊണ്ട് ലളിതമായ സംവിധാനമാണെങ്കിലും വളരെ ആകർഷകവും കരം പകരുന്നതും ഉത്സാഹം ഉണ്ടാക്കുന്നതുമായ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ ഈ പാർക്ക് രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്ന ഇതിൻ്റെ സ്ഥാപകരിൽ ഉണ്ടായിരുന്ന മുഖ്യ ധാരണ. അത് വിജയം കണ്ടു എന്നാണ് ഇതുവരെയുള്ള ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് കാണുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെ മുഖ്യമായും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള യുവാക്കളും കുട്ടികളും സ്ത്രീജനങ്ങളും അവരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഈ പ്രവർത്തന നഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുവരെയുള്ള 6 വർഷക്കാലവും ഉണ്ടായിരിക്കുക. ഇനി അങ്ങോട്ടും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയും. ആ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായി പുതിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിയും. അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനക്ഷമത കൈവരിക്കാനും അത് ജനങ്ങൾക്ക് തന്നെ സമർപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇവിടെ വളർന്നു വന്നിരിക്കുന്നത്. ജലത്തോടും ജലകേളികളോടുമുള്ള മലയാളികളുടെ സ്വതസിദ്ധമായ ഒരിഷ്ടം കൂടിയാണ് ഇത്തരം വാട്ടർ തീം പാർക്കുകളെ വിജയത്തിലെത്തിക്കുന്ന ഒരു പ്രധാന ഘടകവും.